ഹായ് മക്കളെ, നമ്മളിന്ന് കഴിഞ്ഞ വർഷം കീമിന് ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, PYQ എന്ത് ചെയ്യാം എന്ന് ചെയ്ത് നോക്കാം. എളുപ്പമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ നിങ്ങൾ. ഇൻ കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് വെൻ സോഡിയം അസറ്റേറ്റ് ഈസ് ഇലക്ട്രോലൈസ്ഡ് ദ ഗ്യാസസ് ജനറേറ്റഡ് അറ്റ് ആനോഡ്. ആനോഡിൽ ഏത് ഗ്യാസ് ജനറേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ ഒരു സോഡിയം അസറ്റേറ്റ് ഫോർ എക്സാമ്പിൾ ഏതും അതാ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിന് ഇലക്ട്രോലൈസ് സംഭവിച്ചാൽ എന്താ കിട്ടുക? നമുക്കറിയാം ഇവിടെ ഹോമോലിറ്റിക് ക്ലീവേജ് നടക്കും, 6 റാഡിക്കൽ കിട്ടും. രണ്ടാൾ എടുത്തിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ 2 റാഡിക്കൽ കിട്ടും, തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് 6 കിട്ടും. പിന്നെ ഇവിടെ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് NaOH ആൻഡ് H2. പഠിക്കേണ്ട കാര്യം ഈ 2 ആൾക്കാർ ആനോഡിലാണ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കണം നിർബന്ധമായിട്ടും. പിന്നെ ഇയാൾ കാഥോഡിലാണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഇയാൾ സൊല്യൂഷനിൽ ബാക്കി ഉണ്ടാവും, NaOH ഉണ്ടാവും. ഇതാണ് മെയിൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ നമ്മൾ എടുക്കുന്നത് ആരാ? സോഡിയം അസറ്റേറ്റ്, അതായത് CH3 C ഡബിൾ ബോണ്ട് ON, ഈ ഒരു കോമ്പൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇവിടുത്തെ 6 എന്ന് വെച്ചാൽ ഇയാളാണ് ഇവിടുത്തെ 6 എന്തായിട്ട് മാറും? RR ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ 6 CH3 അല്ലേ, അപ്പോൾ CH3 എന്തായിട്ട് മാറും? CH3 ആയിട്ട് മാറും. ഇയാൾ എവിടെ ഫോം ചെയ്യുന്നത്? ആനോഡിലാണ് ഫോം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആരും ഉണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകും. അപ്പോൾ ആനോഡിൽ ഈ 2 ആൾക്കാരാണ് ഫോം ചെയ്യുന്നത്. പിന്നെ കാഥോഡിൽ H2 ഉണ്ടാവും, NaOH ഉണ്ടാവും. ഈ ഈത്തൈൻ ആരാണ്? ഗ്യാസാണ്. അതുകൊണ്ട് ഏതൊക്കെ ഗ്യാസാണ് ഉണ്ടായത്? ഈത്തൈനും കാർബൺ ഡൈ ഓക്സൈഡും. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഈത്തൈനും കാർബൺ ഡൈ ഓക്സൈഡും. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. ദി IUPAC നെയിം ഓഫ് ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതർ. അതായത് ഇത് ആക്ച്വലി ഇത് കോമൺ നെയിം ആണ്. എന്ത്? ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതർ. അതായത് ഓക്സിജന്റെ സൈഡിൽ ഒരു ഫിനൈൽ ഗ്രൂപ്പിനെയും വരയ്ക്കുക, ഒരു ഐസോപെൻറ്റൈൽ ഗ്രൂപ്പിനെയും വരയ്ക്കാം. ഈ ഐസോ എന്ന് വെച്ചാൽ എന്താ? CH3 CH കണ്ടാൽ ഐസോയാ. പെൻറ്റൈൽ ആവണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 കാർബൺ വേണം. 1 2 3 4 5 5 കാർബണും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഐസോ പെൻറ്റൈലാണിത്. ഇത് ഫിനൈലാണ്. അപ്പോൾ ഇത് ഫിനൈൽ ഐസോപെൻറ്റൈൽ ഈതറാണ്. ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചറാ ചോദ്യം. നമുക്കറിയാം ഇവിടെ മെയിൻ സിസ്റ്റം ആരാ? ബെൻസീൻ റിംഗ്. കാരണം ഇവിടെ 6 കാർബൺ, അവിടെ ടോട്ടൽ 5 കാർബണേ ഉള്ളൂ. അതുകൊണ്ട് ഇയാളാണ് ഇവിടുത്തെ മെയിൻ സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടേ? ഇയാൾക്ക് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ എണ്ണണം. അതുകൊണ്ട് ഇയാൾക്ക് ഇവിടെ 1 കൊടുത്തു, ഇവിടെ 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു. ഇയാളുടെ പേരെന്താ? മൂന്നാമത്തെ കാർബണിൽ മീത്തൈൽ ഉണ്ട്, അപ്പോൾ 3 മീത്തൈൽ. ബാക്കി 4 കാർബൺ ഉള്ള ആൽക്കോക്സി ഗ്രൂപ്പിന് എന്താ വിളിക്കുക? ബ്യൂട്ടോക്സി. അപ്പോൾ 3 മീത്തൈൽ ബ്യൂട്ടോക്സി. ബാക്കി ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ബെൻസീൻ എന്ന് വിളിക്കാം. 3 മീത്തൈൽ ബ്യൂട്ടോക്സി ബെൻസീൻ. ഓപ്ഷൻ എ എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ലാസ്റ്റ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി വീക്കസ്റ്റ് ആസിഡ് എന്ന ചോദ്യം. എടാ മക്കളെ, ഇത് ഫിനോളാണ്, ഇതും ഫിനോളാണ്. അതായത് ആ ഫിനോളിൻ്റെ പാരാ പൊസിഷനിൽ NO2 ഉണ്ട്. ഇതും ആക്ച്വലി ഫിനോളാണ്. അതായത് OHൻ്റെ പാരാ പൊസിഷനിൽ CH3 ഉണ്ട്. അതാണ് പാരാക്രസോൾ എന്ന് വെച്ചാൽ. മെറ്റാക്രസോൾ എന്ന് വെച്ചാലോ ഈ CH3ക്ക് പകരം മെറ്റാ പൊസിഷനിൽ CH3 വന്നാൽ അതാണ് മെറ്റാക്രസോൾ. ഫിനോളിൻ്റെ OHൻ്റെ പാരാ പൊസിഷനിൽ CH3 വന്നാൽ പാരാക്രസോൾ, മെറ്റാ പൊസിഷനിൽ CH3 വന്നാൽ മെറ്റാക്രസോൾ. ഇത് പിന്നെ ഫിനോളിൻ്റെ പാരാ പൊസിഷനിൽ NO2 വന്നാൽ പാരാനൈട്രോഫിനോൾ. നമുക്കറിയാം ഫിനോളാണ് നോർമൽ ആൽക്കഹോളിനേക്കാളും അസിഡിക് എന്നൊക്കെ നിങ്ങൾ കുറേ തവണ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫിനോൾ സിസ്റ്റം എന്തായാലും നോർമൽ ആൽക്കഹോളിനേക്കാളും അസിഡിക്കാണ്. അപ്പോൾ അസിഡിറ്റി ഏറ്റവും കുറവ് ആൽക്കഹോളിനേക്കാളും അസിഡിക്കാണ് ഫിനോൾ സിസ്റ്റം. അപ്പോൾ ഇതിൽ ഒറ്റൊരു ആൽക്കഹോളാണ് ഉള്ളത്, എത്തനോൾ. അപ്പം ഈ ഒരു ആൽക്കഹോൾ ബാക്കിയുള്ള ഫിനോൾ സിസ്റ്റത്തിനേക്കാളൊക്കെ ലെസ് അസിഡിക്കാണ്. അപ്പോൾ വീക്കസ്റ്റ് ആസിഡ് ചോദിക്കുകയാണെങ്കിൽ ആൽക്കഹോൾ ആയിട്ടുള്ള എത്തനോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 3 ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി 3 ക്വസ്റ്റ്യനും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ തിയറി കറക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കേണ്ട രീതിയിൽ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂളായിട്ട് ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യനാണ് ബാക്കിയെല്ലാം. അതുകൊണ്ട് മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിച്ചൊരു കുട്ടിക്ക് ഈ ഒരു എക്സാം കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് സമയമേ ഉള്ളൂ. മാക്സിമം ടൈം പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, നല്ലപോലെ സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.